പഹൽഗാം ആക്രമണം നടന്ന സ്ഥലത്ത് ഇപ്പോഴും കാട്ടിനുള്ളിൽ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുക. ഇതിനിടയിൽ ഒരു മലയാളിയുടെ മൃതദേഹം കണ്ടെത്തി എന്ന് പറയുന്നു. സംശയം ഉളവാക്കുന്നതല്ലേ? മലയാളിയുടെ പേര് പാലക്കാട് സ്വദേശി മുഹമ്മദ് ഷാനിബ്, 26 വയസ്സാണുള്ളത്. പാലക്കാട് കാഞ്ഞിരപ്പുഴ സ്വദേശിയാണ്. പാലക്കാട് മലപ്പുറം ജില്ലയിലെ അതിർത്തിയിൽ കുറുവത്തൊടി വീട്ടിൽ അബ്ദുൽ സമദിൻ്റെ മകൻ, എന്തിനാണ് എല്ലാവരുടെ പേര് പറയുന്നത്, അയാളുടെ മൃതദേഹമാണ് പഹൽഗാമിൽ നിന്ന് വലിയ ദൂരമല്ലാത്ത പുൽവാമ കാടിനുള്ളിൽ നിന്ന് കിട്ടിയത്. മൃഗങ്ങളൊക്കെ കടിച്ച നിലയിലായിരുന്നു മൃതദേഹം കാട്ടിൽ കിടന്നിട്ട് ദിവസങ്ങളായിട്ടുണ്ട്. ഇയാളെക്കുറിച്ച് പറയുന്നത് ഒരു 2-3 ആഴ്ചയായിട്ട് ഇയാൾ മിസ്സിംഗ് ആണ്. 2-3 ആഴ്ച എന്ന് പറയുമ്പോൾ രണ്ടാഴ്ചയ്ക്ക് മുമ്പാണ് പഹൽഗാം അറ്റാക്ക് നടന്നത്. ബാംഗ്ലൂരിലെ ഒരു സ്വകാര്യ കമ്പനിയിൽ ഇയാൾ അക്കൗണ്ടൻ്റ് ആയിരുന്നു എന്നാണ് വീട്ടുകാർ പറയുന്നത്. അതവിടെ നിൽക്കട്ടെ, ഞാൻ അതിനു മുമ്പ് മറ്റൊരു സംഭവം പറയാം. 2008 ലഷ്കർ ഇ തൊയ്ബയ്ക്ക് വേണ്ടിയിട്ട് കേരളത്തിൽ നിന്ന് ചില ആളുകളെ റിക്രൂട്ട് ചെയ്തത്. 5 പേരെ റിക്രൂട്ട് ചെയ്തു. ഒന്ന് ഫൈസ് എന്ന് പറയുന്ന ആൾ, 2 ഫയാസ്, ഇവർ 2 പേരും കണ്ണൂരുകാരായിരുന്നു. അബ്ദുൽ ജബ്ബാർ, അബ്ദുൾ റഹീം, ഇവർ 2 പേരും മലപ്പുറംകാരായിരുന്നു. എറണാകുളത്ത് ഒരാളുണ്ട് യാസിൻ്റെ ശരിക്കുള്ള പേര് വർഗീസ് ജോസഫ് എന്നായിരുന്നു. ക്രിസ്ത്യാനി മതം മാറി സമാധാന മതത്തിൽ ആകർഷ്ടനായി ലോകത്ത് മുഴുവൻ സമാധാനം സ്ഥാപിക്കാൻ വേണ്ടി ലഷ്കർ തൈബയിലേക്ക് പോയി. അങ്ങനെ ഈ 5 പേരെ തിരഞ്ഞെടുത്തത്, 5 മലയാളികൾ ലഷ്കർ തൈബയുടെ ഭാഗമായിട്ട് ഇവരെ തിരഞ്ഞെടുത്തത് തടിയൻ്റെവിട നസീറാണ്. നസീർ ക്ലാസ്സുകളൊക്കെ എടുത്തു. അങ്ങനെ ഇവരെ മാനസാന്തരപ്പെടുത്തി ലഷ്കറിൻ്റെ പാതയിലേക്ക് കൊണ്ടുവന്നിട്ട് ഇവരുടെ ട്രെയിനിങ് കഴിഞ്ഞു. ഈ 5 പേരോട് 2 പേരോട് പറഞ്ഞു, നിങ്ങൾ 2 പേർ കേരളത്തിൽ വരണം, കേരളത്തിൽ ചില ഓപ്പറേഷൻസ് ഉണ്ട്. 3 പേർ പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ജിഹാദ് നടത്താനായിട്ട് പോകണം എന്ന് പറഞ്ഞാണ് ഈ 5 ആളുകളെ തിരഞ്ഞെടുത്തത്. അങ്ങനെ ഇതിൽ 4 പേര് സുരക്ഷാ സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. അതവിടെ നിൽക്കട്ടെ. ജബ്ബാർ ഒഴികെ 4 പേരും കൊല്ലപ്പെട്ടു. കുപ്വാരയിൽ വെച്ചാണ് ഈ ഏറ്റുമുട്ടൽ നടക്കുന്നത്. ഇന്ത്യൻ ആർമിയുടെ വെടികൊണ്ട് മരിക്കാൻ ലഷ്കർ ഇ തൈബയിലെ മലയാളികൾക്കും അവസരം കിട്ടി. കാരണം എന്തിലും മലയാളി ഉണ്ടല്ലോ, മലയാളി ഇല്ലാത്ത ഒന്നുമില്ല. ഇപ്പോൾ TRFൻ്റെ മേധാവിയും കേരളത്തിൽ വന്നിട്ട് പരിശീലനം കിട്ടിപ്പോയ ആളാണ് പഠിക്കാൻ വന്നത്. അത് പറയാം നമുക്ക് ഈ കൂട്ടത്തിൽ, അതിൻ്റെ വിശദാംശങ്ങൾ പറയാം. അപ്പോൾ യാസിനും ഇതിനിടയ്ക്ക് ഇവർ ക്യാമ്പിൽ കഴിയുമ്പോൾ ഈ യാസിനും ഫായിസിനും നമ്മൾ പറഞ്ഞില്ലേ, അത് യാസിൻ എന്ന് പറഞ്ഞാൽ മതം മാറിയ ക്രിസ്ത്യാനിയിൽ നിന്ന് മതം മാറി യാസിനായ വർഗീസ് ജോസഫ്, അയാൾക്ക് യാസിനും ഈ ഫായിസ്, കണ്ണൂരുകാരനായ ഫായിസിനും ക്യാമ്പിൽ ചില പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ പറ്റില്ല, അവിടെ നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ പറഞ്ഞു ഞങ്ങൾക്ക് തിരിച്ചു പോകണം എന്ന് പറഞ്ഞു. തിരിച്ചു പോകണമെന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടായി. അങ്ങനെ തടിയൻ്റെ അവിടെ നസീറിനെ ബന്ധപ്പെട്ടു. തടിയൻ്റെ അവിടെ നസീർ പറഞ്ഞു അതൊന്നും ശരിയാകത്തില്ല, ഒരിക്കൽ ജിഹാദിന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു മടക്കമില്ല. ജിഹാദ് നടത്തുക, അതിൽ ഷഹീദാവുക. പക്ഷേ നിനക്ക് മരിച്ച് മുകളിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ നിനക്ക് ഉടലോടെ സ്വർഗമല്ല, ഉടൽ മൊത്തം ഒന്നും പോകത്തില്ല. മദ്യപ്പുഴ, ഹൂറിമാർ, അങ്ങനെ ലോകത്ത് കിട്ടാതെ അവിടെയാണ് ജീവിതം ആരംഭിക്കുന്നത്. അതുകൊണ്ട് തിരിച്ചു വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർക്ക് പോകണമെന്ന് ബഹളം ഉണ്ടാക്കിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന നമ്മുടെ അബ്ദുൾ റഹീം മലപ്പുറംകാരൻ തടീൻ്റെ അവിടെ നസീറിനെ വിളിച്ചിട്ട് പറഞ്ഞു ഇവർ പ്രശ്നമാണ് എന്ന് പറഞ്ഞു. നസീറൊക്കെ ഇടപെട്ട് പിന്നെ അവിടുത്തെ LET ലഷ്കർ ഇ തൈബയുടെ കമാൻഡർമാർ വരെ ഭീഷണിപ്പെടുത്തി. അങ്ങനെ അവർക്ക് തിരിച്ചു വരവൊന്നും നടന്നില്ല. ഈ ജബ്ബാർ മാത്രമാണ് തിരിച്ചു വന്നത്. അങ്ങനെ കേരളത്തിൽ ചിലരുമായി നേരിട്ട് കോണ്ടാക്റ്റ് നടത്തിയിട്ടാണ് ഈ കേരളത്തിലെ ഈ പ്രധാനപ്പെട്ട ഒരു കീ ഓപ്പറേറ്റർ കേരളത്തിൽ ലഷ്കറിൻ്റെ ഉണ്ടായിരുന്നത് KP സാബിർ എന്ന് പറയുന്ന ആളാണ്. അയാൾ അയൂബ് എന്ന് വിളിക്കും, കണ്ണൂർക്കാരനാണ്. അപ്പോൾ അയാളുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ റിക്രൂട്ട്മെൻറ്റൊക്കെ നടത്തിയത്. ഇവരെ കൊണ്ട് തടിയൻ്റെ അവിടെ നസീർ ഡൽഹിയിൽ പോയി. എന്നിട്ട് LETക്ക് നസീർ തന്നെ കൈമാറി. അതിനിടയ്ക്ക് ഇവരെ ഇവിടുന്ന് LET ലഷ്കർ ഇ തൈബയുടെ കീ പേഴ്സണായിട്ട് ഇവിടെ ഉണ്ടായിരുന്ന മലയാളിയായ സാബിർ, മലയാളി എന്ന് പറയണമല്ലോ, സാബിർ പെട്ടെന്ന് ഇവിടുന്ന് മുങ്ങി. കാരണം ഈ കാശ്മീരിൽ കുപ്വാരയിലുള്ള ഏറ്റുമുട്ടലിൽ ഈ 4 മലയാളിയും കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത വന്നപ്പോൾ അത് ഞാൻ ഓർക്കുന്നുണ്ട്. അന്ന് ഞാൻ ഈ വാർത്ത വന്നതിൻ്റെ അടുത്ത ദിവസം ഞാൻ കേരളത്തിലൊരു മുതിർന്ന പോലീസ് ഓഫീസറുമായിട്ട് കാറിൽ സഞ്ചരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നെ ഫോണിൽ കാണിച്ചു തന്നു ഈ കൊല്ലപ്പെട്ട് കിടക്കുന്ന ഈ ലഷ്കർ ഇ തൈബ തീവ്രവാദികളുടെ ഫോട്ടോ. മിലിറ്ററി യൂണിഫോം ധരിച്ച് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റൊക്കെ ധരിച്ചിട്ടാണ് കിടക്കുന്നത്. അവർക്ക് എവിടെ കിട്ടി? മിലിറ്ററി അവർക്കെല്ലാം കിട്ടി. പാകിസ്ഥാൻ കൊടുക്കുന്നു.
അങ്ങനെ ഇവർ കൊല്ലപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് സാബിർ രാജ്യം വിട്ടുപോയി, ഇന്ത്യ വിട്ടുപോയി. ഇപ്പോൾ എവിടെയാണെന്ന് അറിയാൻ പറ്റില്ല. സാബിറിന് ഇതുവരെ കിട്ടിയിട്ടില്ല ഈ കാശ്മീർ റിക്രൂട്ട്മെൻറ്റ്. കാശ്മീർ റിക്രൂട്ട്മെൻറ്റ് നല്ല പറയുന്നത് ലഷ്കർ ഇ തയ്യബയിലേക്ക് നടത്തിയ റിക്രൂട്ട്മെൻറ്റിൻ്റെ സൂത്രധാരൻ അല്ല, കാശ്മീർ റിക്രൂട്ട്മെൻറ്റ് നല്ല പറയുന്നുണ്ട്. ലഷ്കർ ഇ തയ്യബയിലേക്ക് നടത്തിയ റിക്രൂട്ട്മെൻറ്റ് തന്നെ പറയണം. കാശ്മീർ റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കും കാശ്മീരിലേക്ക് ജോലിക്ക് വേണ്ടിയുള്ളതാണ്. ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ പറയുന്നത് കാശ്മീർ റിക്രൂട്ട്മെൻറ്റ്, കാശ്മീർ ഭീകരവാദ റിക്രൂട്ട്മെൻറ്റ്. എന്തുകൊണ്ടാണ് ലഷ്കറിലേക്കുള്ള റിക്രൂട്ട്മെൻ്റ് ആണെന്ന് പറയാൻ ബുദ്ധിമുട്ട്? മലയാളിയായ ഷാബിറിൻ്റെ നേതൃത്വത്തിൽ തടിയൻ്റെപട നസീർ മുൻകൈയെടുത്ത് 5 മലയാളികളെ ലഷ്കർ ഇ തയ്യബയിലേക്ക് റിക്രൂട്ട് ചെയ്തു എന്ന് തന്നെ പറയണം. അത് പറയത്തില്ല, കാശ്മീർ റിക്രൂട്ട്മെൻറ്റ് എന്നേ പറയത്തുള്ളൂ. അങ്ങനെയല്ലേ ലഷ്കർ ഇ തയ്യബയെ വെള്ള പൂശിക്കൊണ്ട് സിനിമ ഇറക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഏതായാലും ഇത് ഇവരെ പിടികൂടാനും ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടുത്താനും പറ്റിയത് ഇവർ തമ്മിൽ രണ്ടുപേർക്ക് പ്രശ്നം ഉണ്ടായല്ലോ. അവർ നാട്ടിലേക്കൊക്കെ വിളിച്ച് ഫോണിൽ കൂടെ സംസാരിച്ചൊക്കെ നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ ഇൻ്റർസെപ്റ്റ് ചെയ്തു, ചോർത്തിയെടുത്തു. ഈ ചോർത്തിയെടുക്കലിൻ്റെ ഭാഗമായിട്ടാണ് ഇവരെ ഏറ്റുമുട്ടലിൽ സൈന്യം വധിച്ചത്. അത് ഇവർക്ക് അതിൻ്റെ ഈ റിക്രൂട്ട്മെൻറ്റ് കേസിൽ, ലഷ്കർ ഇ തയ്യബ റിക്രൂട്ട്മെൻറ്റ് കേസിൽ 13 പേർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി. NIA കോടതി 2022 ഇവരെ ജീവപര്യന്തം തടവ് ശിക്ഷിച്ചു. ഹൈക്കോടതി അത് ശരിവെച്ചെങ്കിലും 3 പേരെ വെറുതെ വിട്ടു. ഈ 3 പേര് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. അവർ ഈ പറഞ്ഞ പോലെ തീവ്രവാദ പ്രവർത്തനത്തിലൊക്കെ പങ്കെടുത്തുനിന്ന് NIA കണ്ടെത്തി. പക്ഷേ എന്തോ ചില തെളിവുകളുടെ അഭാവത്തിൽ അവരെ വെറുതെ വിട്ടു. അപ്പോൾ അവർ ഈ പറഞ്ഞ പോലെ ഇപ്പോഴും ലഷ്കറിൻ്റെ മനസ്സുമായി നടക്കുന്നത്, മാനസാന്തരമൊന്നും വന്നിട്ടില്ല. ഈ തീവ്രവാദികളായിട്ട് വരുന്ന ആളുകളെ എന്തെങ്കിലും ഒരു സാക്ഷിമൊഴിയിലുണ്ടായ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഒരു സാക്ഷി അന്നേരം പറഞ്ഞതല്ല ഇപ്പോൾ പറയുന്നത് എന്നൊക്കെയുള്ള ലൂപ്പ് ഹോൾ എടുത്തിട്ടാണ് രക്ഷപ്പെടുന്നത്, വെറുതെ വിടുന്നത്. പക്ഷെ അവർ പുറത്തിറങ്ങി വന്നാൽ അവരുടെ ഉള്ളിൽ കിടക്കുന്ന ഈ ആശയം പോകുന്നില്ല. അപ്പോൾ നമ്മുടെ കോടതികൾ എടുക്കുന്ന ഒരു നിലപാട്, ഒരു ഭീകരവാദ കേസിൽ ഇന്ത്യൻ സൈന്യവുമായി ഏറ്റുമുട്ടി ആളുകൾ കൊല്ലപ്പെടുക വരെ ചെയ്ത കേസിലെ ശിക്ഷിക്കപ്പെട്ട പ്രതികളെ വിചാരണയ്ക്ക് ശേഷം ജില്ലാ കോടതി, സെഷൻസ് കോടതി കുറ്റക്കാരെ കണ്ട് ജീവപര്യന്തം ശിക്ഷിച്ച ആളുകളെ ചില തെളിവുകൾ പോരാ എന്ന് പറഞ്ഞ് ഉപരിക്കോടതികൾ, ഭരണഘടനാ കോടതികൾ വെറുതെ വിടുമ്പോൾ അവരെ വീണ്ടും സമൂഹത്തിലേക്ക് ഇതേ പ്രവൃത്തി നടത്താൻ വേണ്ടി വിട്ടയക്കുകയാണെന്ന് നമ്മുടെ നീതിപീഠം ഓർക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാനീ പറയുന്നത്, ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഈ ഒരു ക്രിസ്ത്യാനിയായ വർഗീസ് ജോസഫ് ഉൾപ്പെടെ മതം മാറി എവിടെ വരെ ചെന്നു? കാശ്മീരിൽ വരെ ചെന്നു. എന്തിനു വേണ്ടിയിട്ട്? ലഷ്കർ ഇ തയ്യബയ്ക്ക് വേണ്ടി പോരാടാൻ. ആരോട് പോരാടാൻ? ഇന്ത്യൻ ആർമിയോട് പോരാടാൻ. ഇങ്ങനൊരു പശ്ചാത്തലമുണ്ട്. ഈ പശ്ചാത്തലവുമായിട്ട് നമുക്ക് മുഹമ്മദ് ഷാനീബിൻ്റെ കഥയൊന്ന് ബന്ധിപ്പിക്കണം. ഞാൻ ഈ മുഹമ്മദ് ഷാനീബ് തീവ്രവാദിയാണെന്നോ അയാളുടെ വീട്ടുകാർക്ക് തീവ്രവാദ ബന്ധമുണ്ടെന്നോ അവർക്ക് അറിവുണ്ടെന്നോ അല്ല പറയുന്നത്. പക്ഷെ ദുരൂഹതയാണ്. ഇപ്പോൾ സാധാരണ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ഒരു ക്ഷേത്രത്തിൽ കല്ലെറിഞ്ഞു, ഒരു ക്രിസ്ത്യൻ പള്ളിയുടെ പുൽക്കൂട്ട് ആക്രമിച്ചു കാസർഗോഡ് ഉടനെ, അല്ലെങ്കിൽ ഈ ഗുരുവായൂരൊരുത്തൻ ഗുഹ്യഭാഗത്തെ രോമം പറിച്ച് തുളസിത്തറ വെക്കുന്നു. ഉടനെ ആരും പറയുന്നതിന് മുമ്പ് പോലീസ് പറയും അയാൾക്ക് മനോരോഗമാണെന്ന്. ഇപ്പോൾ മുഹമ്മദ് ഷാനീബിൻ്റെ മൃതദേഹം ഇതുവരെ കിട്ടിയിട്ടില്ല. ഗുൽമർഗ് പോലീസ് സ്റ്റേഷൻ, കാശ്മീരിലെ പോലീസ് സ്റ്റേഷനാണ് പരിധിയിലാണ് ഇയാളുടെ ജഡം പുൽവാമയിലെ കൊടും വനത്തിനുള്ളിൽ കണ്ടുപിട്ടിയത്. ആ ജഡം കണ്ടെത്തിയപ്പോൾ അതിനകത്ത് മൃതദേഹം അഴുകി തുടങ്ങിയിരുന്നു. അതിൻ്റെ പോക്കറ്റിൽ ആധാർ കാർഡ് ഉണ്ടായിരുന്നു. ആധാർ കാർഡ് വെച്ചിട്ടാണ് കേരളത്തിലേക്ക് ബന്ധപ്പെടുകയും കേരളത്തിൽ അറിയിക്കുകയും ചെയ്തത്. പക്ഷേ അപ്പോൾ ഒരു ചോദ്യമുണ്ട്, എങ്ങനെ ഇയാൾ കാഞ്ഞിരപ്പുഴയിൽ നിന്ന്, പാലക്കാട് കാഞ്ഞിരപ്പുഴയിൽ നിന്ന് പുൽവാമയിലെ കാട് വരെ എത്തി? അപ്പോൾ അതിന് പറയുന്നത് ഇയാൾ ബാംഗ്ലൂരിലെ ഒരു കമ്പനിയിൽ 3 മാസമായിട്ട് അവിടെ ജോലിയാണ്. 3 മാസം മുമ്പ് ജോലി ചെയ്യുന്നു. അപ്പോൾ ഇയാൾ ഇടയ്ക്കൊന്ന് വീട്ടിൽ വന്ന് കഴിഞ്ഞ ഏപ്രിൽ 5-ാം തീയതി വീട്ടിൽ വന്നിരുന്നു. ഏപ്രിൽ 13-ന് ട്രെയിനിൽ കയറി ബാംഗ്ലൂരിലേക്ക് പോയി. അതിനുശേഷം അയാളെ ഫോണിൽ വിളിച്ചാൽ കിട്ടത്തില്ല, മറുപടിയില്ല. എത്ര വിളിച്ചാലും ഉടനെ ഒരു മെസ്സേജ് വരും, ഞാൻ നല്ല തിരക്കുള്ള ഒരു പണിയിലാണ്, പിന്നെ വിളിക്കാം. ഇങ്ങനത്തെ മെസ്സേജുകൾ വരുന്നതല്ലാതെ ഏപ്രിൽ 3-ന് മുഹമ്മദ് ഷാനീബ് ഇവിടെ നിന്ന് പോയതിന് ശേഷം ഒരു കോണ്ടാക്റ്റും ഇല്ല. അയാൾ അച്ഛനോ അമ്മയോ വിളിക്കുമ്പോൾ ഫോൺ എടുക്കാതെ മെസ്സേജ് അയക്കുന്ന സമയം വേണ്ട ഒരു കോൾ അറ്റൻഡ് ചെയ്യാൻ, അല്ലേ? അപ്പോൾ ഞാൻ വലിയ തിരക്കിലാണ്. എന്തായിരുന്നു തിരക്കിട്ട ഇയാൾ ജോലി ചെയ്തിരുന്നത്? ഒന്ന്. പിന്നെ എന്തുകൊണ്ട് ഇത്ര ദൂരം സഞ്ചരിച്ച് ദക്ഷിണേന്ത്യയിൽ നിന്ന്, ബാംഗ്ലൂർ ആണെങ്കിൽ പോലും സൗത്ത് ഇന്ത്യയിൽ നിന്ന് സഞ്ചരിച്ച് കാശ്മീരിലെത്തുകയും അവിടെ പഹൽഗാമിൽ നിന്ന് വലിയ ദൂരമൊന്നുമില്ല, പുൽവാമയ്ക്കടുത്തുള്ള കാട്ടിലെത്തി കൊടും വനത്തിൽ എന്താണ് ചെയ്യേണ്ടത്? നമുക്കൊരു നഗരത്തിൽ ഒരാൾ അലഞ്ഞു തിരിഞ്ഞാൽ മനസ്സിലാകാം. കാട്ടിൽ അലഞ്ഞു തിരിയുന്ന, ഇപ്പോൾ കാട്ടിൽ പോയാൾക്ക് മാനസിക രോഗം ഉള്ളതുകൊണ്ട്
ഏതെങ്കിലും കാട് കയറിപ്പോയാൽ നമ്മുടെ കേരളത്തിലൊക്കെ ഒന്നാം തരം കാടില്ലേ, അതെ. ബാംഗ്ലൂരിലുണ്ട്, കർണാടകയിലുണ്ട് കാട്. കാശ്മീരിലെ പുൽവാമയിലെ കാട്ടിൽ തന്നെ മുഹമ്മദ് ഷാനി ബന്ദിന് പോയി എന്നൊരു ചോദ്യമുണ്ട്. പക്ഷേ ഇപ്പോൾ തിയറി വന്നിട്ടുണ്ട്, ഇയാൾ പണ്ട് ചെറുപ്പകാലത്തൊന്നും ഒളിച്ചോടി പോയിട്ടുണ്ട്, സ്കൂളിൽ പഠിക്കുമ്പോഴും. 26 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒളിച്ചോടി പോയിട്ടുണ്ട്. പണ്ടേ അവന് മാനസിക അസ്ഥിരതയില്ലാത്തതാണ് എന്നൊക്കെ ഉള്ള കഥകൾ ഇപ്പോൾ പ്രചരിക്കുന്നുമുണ്ട്. ഏതായാലും ഇതത്ര നിസ്സാരമായിട്ട് നമ്മുടെ സുരക്ഷാ ഏജൻസികൾ എടുക്കുന്നില്ല. കാരണം ലോകത്തെവിടെ എന്തു നടന്നാലും അതിലൊരു മലയാളിയുടെ പങ്കുണ്ട്. അപ്പം മുഹമ്മദ് ഷാനീബ് പഹൽഗാമിനടുത്തുള്ള പഹൽഗാമിൽ നിന്ന് വലിയ ദൂരത്തല്ലാത്ത, എന്താ തൊട്ടടുത്തുമല്ല കേട്ടോ, പുൽവാമ കാടുകളിൽ ഈ പുൽവാമ കാടുകളിലാണ് ഭീകരവാദികളെ തേടി പലപ്പോഴും സൈന്യം കാട്ടിൽ കയറി പോരാട്ടം നടത്തുകയും തീവ്രവാദികളെ കൊല്ലുകയും സൈന്യത്തിനും കാഷ്വാലിറ്റി ഉണ്ടാവുകയൊക്കെ ചെയ്യുന്ന സ്ഥലമാണ്. അവിടെ ഈ കാട്ടിൽ കൃത്യമായി എങ്ങനെ മുഹമ്മദ് ഷാനിബ് എത്തി എന്നൊരു വലിയ ചോദ്യമാണ്. അപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ഇപ്പോൾ സുരക്ഷാ ഏജൻസികൾ, NIA, ഇൻ്റലിജൻസ് ബ്യൂറോ ഒക്കെ ശ്രമിക്കുന്നുണ്ട്. ഏതായാലും ഇത് കേരളമാണ് എന്ന് പറയുന്നത് പോലെ നമുക്ക് പഹൽഗാം ഇടപാടിൽ ഇതുവരെ ഒരു മലയാളിയുടെ പേരാരും പറഞ്ഞു കേട്ടിട്ടില്ല. ഇനി അതുമായി കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ലിങ്ക് വല്ലതോ ആണോ മുഹമ്മദ് ഷാനിബിൻ്റെ എന്ന് വരും ദിവസങ്ങളിൽ അറിയാനിരിക്കുന്നുള്ളൂ. ഏതായാലും ഒരു മലയാളിക്ക് പഹൽഗാം കൂട്ടക്കൊലയിൽ എന്തെങ്കിലും പങ്കുണ്ട് എന്നുള്ള വാർത്ത വരാതിരിക്കട്ടെ. പക്ഷേ ഇത് നമ്മൾ പറയുമ്പോൾ ഇവിടെ പഹൽഗാം കൂട്ടക്കൊല നടത്തിയ TRF ആണ്, ദറ്റ് റെസിസ്റ്റൻസ് ഫോഴ്സാണ്. റെസിസ്റ്റൻസ് ഫോഴ്സ് എന്ന് പറയുന്ന സംഘടനയെ നമുക്കറിയാം, ലഷ്കർ ഇ തയ്ബ കാശ്മീരിൽ ഉണ്ടാക്കിയിരിക്കുന്ന പുതിയ പേരാണ്. കാരണം ലഷ്കറാണെന്ന് പറയുമ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ഇതിനെ വിലക്കൊക്കെ ഏർപ്പെടുത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ 2019 ഈ ആർട്ടിക്കിൾ 370 എടുത്തു കഴിഞ്ഞപ്പോൾ ലഷ്കർ ഇ തയ്ബ പല രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ്. അപ്പോൾ ലഷ്കർ കയറി ആക്രമണം നടത്തിയാൽ വിദേശ ബന്ധമുള്ള ഒരു സംഘടനയ്ക്ക് എന്താണ് കാശ്മീരിൽ 370 എടുത്തു കളഞ്ഞാൽ എന്നുള്ള ചോദ്യം വരും. അതുകൊണ്ട് അവരെന്ത് ചെയ്തു, ദ റെസിസ്റ്റൻസ് ഫോഴ്സ് എന്ന് പറഞ്ഞ് കാശ്മീരികളുടെ സംഘടനയാണെന്നുള്ള തരത്തിൽ അത് രൂപം മാറ്റി. അപ്പോൾ നോക്കുകയാണെങ്കിൽ അത് പ്രതിരോധ സേന, എവിടുത്തെ പ്രതിരോധ സേന? കാശ്മീരിലെ എന്ന് പറയാമല്ലോ. അന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ലഷ്കർ ഇ തയ്ബ കാശ്മീരിൽ TRF എന്ന് പേര് മാറ്റിയത്. അതിൻ്റെ മേധാവി ഷെയ്ഖ് സജാദ് ഗുലിനെ കുറിച്ചുള്ള വാർത്ത ഇപ്പോൾ വന്നു കഴിഞ്ഞു. ഷെയ്ഖ് സജാദ് ഗുൽ ഇയാൾ ഇപ്പോൾ ഉള്ളത് 50 വയസ്സേ ഉള്ളൂ. പാകിസ്ഥാനിലെ റാവൽപിണ്ടിക്കാരനാണ് ഇയാൾ. റാവൽപിണ്ടിയിലാണ് ഇപ്പോൾ ഉള്ളത്. അയാൾ ബാംഗ്ലൂരിൽ നിന്ന് MBA എടുത്തതിന് ശേഷം, ശ്രദ്ധിക്കണം, ബാംഗ്ലൂരിൽ നിന്ന് MBA എടുത്തതിന് ശേഷം കൊച്ചിയിൽ വന്നിരുന്നു. എനിക്ക് തോന്നുന്നു കേരളത്തിൽ നിന്ന് എല്ലാ ചാനലുകളും പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് കൊച്ചിയിൽ വന്നിട്ടാണ് ഇയാൾ ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചതെന്ന് ഒരൊറ്റ മാധ്യമവും പറയുന്നില്ല. ഈ സജ്ജാദ് ഗുൽ ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പാസ്സായത് കൊച്ചിയിലെ ഒരു സ്ഥാപനത്തിൽ നിന്നാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് കൊച്ചി എന്ന് പറയാത്തതിന് കാരണം മനഃപൂർവ്വം ഈ റാണ വന്നത് കൊച്ചിയിലാണ്. ദാവൂദ് ഗിലാനി, മറ്റേ ഡേവിഡ് ഹെഡ്ലി, ദാവൂദ് ഗിലാനി എന്നാണ് എനിക്ക് പറഞ്ഞ ശീലം, വന്നത് കൊച്ചിയിലാണ്. അപ്പോൾ കൊച്ചി ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം. അപ്പം TRFൻ്റെ തലവൻ കൊച്ചിയിലുണ്ടായിരുന്നു, കൊച്ചിയിലാണ് പഠിച്ചത്. അയാൾ കേരളത്തിലെ മറ്റ് ചില ജില്ലകളിൽ, മലപ്പുറം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ, വടക്കൻ ജില്ലകളിലൊക്കെ ഇയാൾ നിരന്തരം യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഈ മലപ്പുറം ജില്ല, കണ്ണൂർ ജില്ല, ഇവിടെ നിന്നൊക്കെയാണ് ഞാൻ ആദ്യം പറഞ്ഞ ലഷ്കറിൻ്റെ ആളുകളെ റിക്രൂട്ട് ചെയ്തത്. അപ്പോൾ അതേപോലെ തന്നെ ഇയാൾ കൊച്ചിയിൽ വരികയും ഈ പറഞ്ഞ കൊച്ചി, എറണാകുളം, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലൊക്കെ സജൂദ് ഗുൽ യാത്ര ചെയ്തിട്ടുണ്ടെന്നും ഇൻ്റലിജൻസ് ഏജൻസികൾക്കറിയാം. അപ്പം ഈ LETയുടെ ലഷ്കർ ഇ തയ്ബയുടെ ആളുകളെ റിക്രൂട്ട് ചെയ്തിരിക്കുന്നത് എറണാകുളം മുതൽ വടക്കോട്ടുള്ള ജില്ലകളിൽ. അതിൻ്റെ ഇപ്പോഴത്തെ പേരായ TRFൻ്റെ തലവൻ വന്ന് പഠിച്ചതും യാത്ര ചെയ്തതും പോയിട്ടുള്ളതുമൊക്കെ വടക്കൻ ജില്ലകളിലേക്ക്. ഇതെല്ലാം കൂടെ കണക്ട് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഒരു ചില സംഭവങ്ങളുണ്ട്. അത് വരട്ടെ. ഇയാളെ മുമ്പൊരിക്കൽ പിടികൂടിയിരുന്നു. ഡൽഹിയിലെ നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് പിടിച്ചത്. പിടിക്കുമ്പോൾ കയ്യിലൊരു ബാഗ് ഉണ്ടായിരുന്നു. ബാഗിൽ 5 കിലോ RDX ഉണ്ടായിരുന്നു. പാവം മനുഷ്യരാണ്, ലാബ് ടെക്നീഷ്യനൊക്കെ പഠിച്ചിട്ട് 5 കിലോ RDXുമായിട്ട് വന്നതാണ്. അങ്ങനെ 2003 ഇയാളെ കോടതി ഈ കേസിൽ 5 കിലോ RDXുമായി നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പിടികിട്ടിയ സജ്ജാദ് ഗുല്ലിനെ 10 വർഷത്തേക്ക് തടവ് ശിക്ഷയ്ക്ക് വിധിച്ചിരുന്നു. 10 വർഷം കഴിഞ്ഞു അയാൾ പുറത്തിറങ്ങിയിട്ട് അപ്പോൾ ഇയാൾ മിടുക്കനാണെന്ന് കണ്ടിട്ട് പാകിസ്ഥാൻ ISI ഇയാളെ റാവൽപിണ്ടിയിലേക്ക് വിളിക്കുകയും ദ റെസിസ്റ്റൻസ് ഫോഴ്സ് എന്ന് പറഞ്ഞ LETയുടെ പുതിയ വിഭാഗത്തിൻ്റെ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന് പറയുന്ന TRFൻ്റെ പുതിയ LETയുടെ പുതിയ വിഭാഗമായ തലവനായിട്ട് നിയോഗിക്കുകയും ചെയ്തു. ഇപ്പോൾ റാവൽപിണ്ടിയിലുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ
ഈ മുഹമ്മദ് ഷാനിബിൻ്റെ കേസ് വല്ലാത്ത ദുരൂഹതയുണ്ട്, സംശയമുണ്ട്. പിന്നെ ഇപ്പോൾ കേരളമല്ലേ, അതുകൊണ്ട് ഷാനിബ് പാവാട മനോരോഗിയാട എന്ന് പറയുന്നത് സത്യമായിട്ടും വരാം. ഏതായാലും നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.